ഓം നമോ ഭഗവതേ വാസുദേവായ നമ. എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഈ മാധവമാസത്തിൽ വൈശാഖ പുണ്യമായി എത്രയെത്ര ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുന്നുവോ അത്രയേറെ പുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഈ മാധവമാസത്തിൽ പൂതനാമോക്ഷം കഥ കേൾക്കാം. രാജഭോഗം നൽകുവാനും പുത്രലാഭത്തെക്കുറിച്ച് രാജാവിനെ അറിയിക്കുവാനും വേണ്ടി നന്ദരാജൻ മധുര രാജധാനിയിലേക്ക്, കംസൻ്റെ രാജധാനിയിലേക്ക് പോവുകയാണ്. ആ ഒരു അവസരത്തിൽ കംസനാൽ നിയോഗിക്കപ്പെട്ട പൂതന എന്ന ആ അസുരനാരി വൃന്ദാവനത്തിലെ ആ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി തക്കം നോക്കിക്കൊണ്ട് ഗ്രാമങ്ങളിലും വീഥികളിലും നടന്നുകൊണ്ട് അമ്പാടിയിൽ എത്തി. 16 വയസ്സുള്ളൊരു തരുണിയുടെ സുന്ദരമായ രൂപം ധരിച്ചുകൊണ്ടവൾ ഗോകുലത്തിൽ കടന്നപ്പോൾ ആരും തന്നെ അവളെ തടഞ്ഞില്ല. ഉണ്ണിയെ കാണാൻ യശോദാഗൃഹത്തിലേക്ക് നടക്കുന്ന ഒരു ഇന്ദ്രാണിയെ പോലെ, ഇന്ദ്രൻ്റെ പത്നിയെ പോലെ തോന്നി അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും. അങ്ങനെ രോഹിണി മാതാവിൻ്റെയും യശോദാമ്മയുടെയും അടുത്തേക്ക് പൂതന എത്തുകയായി. പൂതനയെ കണ്ടതും, ആ സൗന്ദര്യവതിയായ പൂതനയെ കണ്ടതും അവരെല്ലാവരും അവളെ സൽക്കരിച്ചിരുത്തി. അങ്ങനെ ഉണ്ണിയെ എടുത്ത് മടിയിലിരുത്തി ലാളിക്കുവാൻ പൂതന തുടങ്ങി. പതുക്കെ പതുക്കെ കാളകൂടം പോലെ ഉഗ്രമായ വിഷം തേച്ച അവളുടെ ആ സ്തനം ഉണ്ണിയുടെ വായിൽ കൊടുത്തു. മായാഭാലക രൂപം പൂണ്ട സാക്ഷാൽ ശ്രീഹരി മുലപ്പാലോടൊപ്പം അവളുടെ ആ പ്രാണങ്ങളെയും വലിച്ചു കുടിച്ചു. വിടു വിടു എന്ന് ഉച്ചത്തിൽ ആർത്തുകൊണ്ട് ഭഗവാനെയും എടുത്തുകൊണ്ട്, ആ ബാലസ്വരൂപിയായ സാക്ഷാൽ ശ്രീഹരിയെയും എടുത്തുകൊണ്ട് ഓടി വെളിയിലേക്ക് വന്നു പൂതന. വിയർത്ത് കണ്ണുകൾ തുറിച്ച് വലിയൊരു അട്ടഹാസത്തോടുകൂടി പ്രാണൻ പോകുന്ന ആ ഒരു അവസരത്തിൽ നന്ദഗൃഹത്തിൻ്റെ ആ മുറ്റത്ത് മലർന്നടിച്ചു വീണു പൂതന. അങ്ങനെ തൻ്റെ പ്രാണനും അതോടുകൂടി വെടിയുകയായി പൂതന. വലിയ ശബ്ദം കേട്ട് ഭയപ്പെട്ട് ഓടി വന്ന ഗോകുലവാസികൾ കണ്ടത് ആ ഭീകര സ്വരൂപത്തിൻ്റെ മാറത്തു കിടന്നു കളിക്കുന്ന ഉണ്ണിയെയാണ്. മുലപ്പാലും നുണഞ്ഞുകൊണ്ട് തലയുയർത്തി കിടക്കുന്ന ആ ശിശുവിനെ ഓടിച്ചെന്നെടുത്ത് അവർ യശോദാമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. കാളിന്തി തടത്തിലെ മണ്ണ്, ഗോമൂത്രം മുതലായവ കൊണ്ട് കുഞ്ഞിനെ കുളിപ്പിച്ച് ഗോപുച്ഛം കൊണ്ടൊഴിഞ്ഞ് അവരാ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കാതെ ഇരിക്കുവാൻ വേണ്ടി മന്ത്രങ്ങൾ ജപിക്കുകയും സാക്ഷാൽ ശ്രീഹരിയോട് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ സർവരക്ഷാകരമായിരിക്കുന്ന ശ്രീകൃഷ്ണ കവചമെന്ന മന്ത്രം കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളുടെയും രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു യശോദാമ്മ. ബ്രാഹ്മണർക്ക് പലവിധ ദാനങ്ങളും ചെയ്തു. മധുരാപുരിയിൽ നിന്നും തിരിച്ചെത്തിയ നന്ദഗോപർ പൂതനയുടെ ഭയങ്കരമായ ശരീരം കണ്ട് ഭയപ്പെട്ടു. ഗോകുലത്തിൽ എന്തോ ഒരു ആപത്ത് വരാൻ അടുത്തിരിക്കുന്നു എന്ന് ആ വസുദേവോക്തിയെപ്പറ്റി അദ്ദേഹം ഓർമ്മിച്ചു. കാരണം നന്ദഗോപർ വസുദേവരെ കണ്ട് തനിക്കൊരു പുത്രനുണ്ടായ കാര്യം അറിയിക്കാൻ ആ തടവറയിലേക്ക് ചെന്നപ്പോൾ വസുദേവർ നന്ദഗോപരോടായി പറയുകയുണ്ടായി, കുഞ്ഞിനെ നന്നായി സൂക്ഷിക്കണം എന്ന്. അങ്ങനെ ഗോപന്മാർ എല്ലാവരും കൂടി ചേർന്ന് മഴുകൾ കൊണ്ടുവന്ന് ആ മഴ കൊണ്ട് ആ പൂതനയുടെ ആ ശരീരം വെട്ടി നുറുക്കി യമുനാ തീരത്തൊരുക്കിയ ആ ചിതയിൽ ദഹിപ്പിച്ചു. ആ ചിതയിൽ നിന്നും അകിൽ, ചന്ദനം മുതലായ വസ്തുക്കൾ ദഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ സുഗന്ധവാഹിയായ പുക പൊങ്ങുകയും ബാലഘാതിനിയായ ആ രാക്ഷസിക്ക് ശ്രീകൃഷ്ണ സ്പർശനത്താൽ ലഭിച്ച ആ ഒരു പുണ്യാതിരേകം കാണുകയും ചെയ്തു. ഈ പൂതനയുടെ പൂർവജന്മ ചരിത്രം: മഹാബലിയുടെ യജ്ഞത്തിൽ വെച്ച് വാമനനെ മഹാബലിയുടെ പുത്രിയായ രത്നമാല കണ്ടപ്പോൾ അതുപോലെ ഒരു പുത്രൻ തനിക്കുമുണ്ടായി. അതിനെ ആ ഒരു സ്തന്യപാനം ചെയ്യിപ്പിക്കണമെന്നൊരു മോഹം രത്നമാലയിൽ ഉദിക്കുകയുണ്ടായി. തന്നെ പുത്രത്വേന കാക്ഷിക്കുന്നതായി അറിഞ്ഞ ഭഗവാൻ രത്നമാലയ്ക്ക് മനസ്സുകൊണ്ടൊരു വരം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ ദ്വാപരാന്തത്തിൽ ശ്രീകൃഷ്ണനായി അവതരിച്ച് സ്തന്യപാനം ചെയ്തവളുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ച ശേഷം രത്നമാലയ്ക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്തു ഭഗവാൻ. ആ രത്നമാലയാണ് പൂതന. ഈ പൂതനാമോക്ഷം എന്ന ഈ മനോഹരമായ ലീല ശ്രവിക്കുന്നവർക്കും പറയുന്നവർക്കും
സർവപാപങ്ങളും നശിച്ച് അവരിലെ ആ സർവപാപങ്ങളും നശിച്ച് ഭഗവാനിൽ പ്രേമഭക്തി ഉളവാകുന്നതാണ് എന്നതാണ് ഈ പൂതനാമോക്ഷത്തിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഈ മാധവമാസത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.